മധുരം എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒന്നാണ് ഈ റവ കേസരി. ഇതാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനും കഴിയും, എന്നാൽ കഴിക്കാൻ വളരെ ടേസ്റ്റുമാണ്. അതിനായി ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് റവയും ചേർത്ത് നന്നായിട്ട് വറുത്തെടുക്കുക. ഇനി നിങ്ങളുടെ കയ്യിൽ വറുത്ത റവയാണെങ്കിൽ ഒന്ന് നെയ്യിൽ ചൂടാക്കിയെടുത്താലും മതി. ഇനി അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് 2 കപ്പ് പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പാല് ചേർക്കുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കുക, അല്ലെങ്കിൽ അത് കട്ട കെട്ടാൻ സാധ്യതയുണ്ട്. 2 കപ്പ് പാൽ ഒഴിച്ചതിന് ശേഷം ചെറു തീയിലിട്ട് നന്നായിട്ട് അതിൻ്റെ വെള്ളം വറ്റുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. പാലിലോട്ട് കുറച്ച് യെല്ലോ കളറും കൂടെ ചേർത്തിട്ടുണ്ട്. നമ്മുടെ കേസരിക്ക് ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കളറും കൂടെ ചേർത്തതിന് ശേഷം ചെറുതായിട്ട് ഇളക്കി അതിലെ വെള്ളം വറ്റുന്നത് വരെ ഒന്ന് ചെറിയ തീയിലിട്ട് ഇളക്കി കൊടുക്കുക. അതിൻ്റെ മുന്നേ കുറച്ച് കാഷ്യൂവും കിസ്മസും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഒന്ന് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇളക്കി വെള്ളം വറ്റിച്ചെടുക്കണം. ഫ്ലെയിം കൂട്ടി കൊടുത്താൽ പെട്ടെന്ന് തന്നെ അതിലുള്ള വെള്ളം വറ്റും. അപ്പോൾ കൈ വിടാതെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. റവയിൽ നിന്നുള്ള പാലൊക്കെ വറ്റി അത് പാനിൽ നിന്ന് വിട്ട് വരുന്ന രീതിയിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക. ഇനി കേസരി തയ്യാറാക്കുന്ന പാത്രത്തിൽ നമുക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. റവ പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം അതൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുക്കുക. ഒന്ന് ആ സ്പാച്ചുലയിലേക്കൊന്ന് നെയ്യ് തടവി ആ പാത്രത്തിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ അരികൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ചും കൂടെ ഒന്ന് നെയ്യ് ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ നെയ്യിലാണ് ഞാനിത് വറുത്തെടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് കൂടുതൽ നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ. ഇനി ഇത് ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷം ഒന്ന് ചൂടാറിക്കോളും. അപ്പം മുറിച്ചെടുത്താൽ മതി. അതല്ല നിങ്ങൾക്ക് തണുപ്പിച്ചിട്ട് കഴിക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ തണുപ്പിച്ച് കഴിക്കുകയും ചെയ്യാം. ഞാനൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷമാണ് മുറിച്ചെടുക്കുന്നത്. റവ കൊണ്ടുള്ള വിഭവങ്ങൾ ഇഷ്ടപ്പെടുന്ന കുഞ്ഞുങ്ങൾക്കും വലിയവർക്കൊക്കെ ഈ ഒരു കേസരിയും ഇഷ്ടപ്പെടും. ചിലപ്പോൾ നമ്മളെ വീട്ടിലെ ഉപ്പുമാവിനൊക്കെ കൊണ്ടുവന്ന റവ അതുപോലെ ഇരിപ്പുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ കുട്ടികളത് കഴിച്ചോളും. അപ്പോൾ വീണ്ടും വരാം. ബൈ.